ജോയിയുടെ മരണത്തിനിടയാക്കിയ ആമയഞ്ചാൻ തോടിൻ്റെ ഈ ഒരു വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നതിന് പിന്നാലെ ആയിരിക്കാം ഇപ്പോൾ ഇവിടെ ഒരു കൂട്ടം തൊഴിലാളികൾ ഈ ഒരു തോട് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവരിപ്പോൾ ഇതിനുള്ളിലുള്ള മാലിന്യങ്ങൾ, അന്ന് ഒരുപാട് മാലിന്യങ്ങൾ കുറേ നീക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ നീക്കുന്ന നടപടികളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കുന്നത്. ഇപ്പോഴും നമുക്ക് കാണാം, ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രമെല്ലാം നോക്കുമ്പോൾ കാണാം ഇപ്പോഴും മതിയായ സുരക്ഷയൊന്നും ഇല്ലാതെയാണ്, ഒരു PPE കിറ്റോ മറ്റോ ഒന്നും ഇല്ലാതെ തന്നെയാണ് അവരിപ്പോഴും കയ്യുറയും അതുപോലെ തന്നെ കാലുറയും മറ്റും ധരിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്നത്. അന്ന് ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷമാണ് ഇതിൽ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കുറച്ചുകൂടെ മാലിന്യങ്ങൾ നീക്കിയതിനാൽ തന്നെ ഇനിയും അവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ മറ്റ് വേസ്റ്റുകളെല്ലാം കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ തൊഴിലാളികൾ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം നീക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഒരേ സമയം റെയിൽവേക്കെതിരെയും വിമർശനം ഉയർന്നൊരു സംഭവമായിരുന്നു ജോയിയുടെ മരണം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ വീണ്ടും വന്നു നിറയുന്നത്. ഏതായാലും അത് നീക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളെല്ലാം തന്നെ ഉണ്ട്. ബാക്കിയുള്ള വേസ്റ്റും കൂടെ ഈ ഒരു തോടിൽ നിന്ന് നീക്കുന്നുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജോയിയുടെ മരണം സംഭവിച്ചതിന് ശേഷം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാരും അതുപോലെ തന്നെ റെയിൽവേയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയായിരുന്നു. അല്ലാതെ കോടതി അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഇനി ഇത് മാറ്റുവാനായിട്ടുള്ള നടപടികളാണ് വേണ്ടത്, അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം മാത്രമല്ല, നമുക്കറിയാം ഇതിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ ജോയിയുടെ മൃതശരീരം കണ്ടെത്തിയ ആ ഭാഗം അടക്കം നമുക്കറിയാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാലിന്യമാണ് അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതെല്ലാം തന്നെ എത്രയും വേഗം ഒരുപാട് ആളുകൾ വെച്ച് അവിടെ വൃത്തിയാക്കിയാൽ തന്നെ അത് കഴിയില്ല. അത്രയും മാലിന്യങ്ങളാണ്, വർഷങ്ങളായിട്ടുള്ള മാലിന്യങ്ങളാണ് ഇവിടെ നിറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് തൊഴിലാളികൾ വന്ന് അവിടെ മാലിന്യം ബാക്കിയുള്ളത് വൃത്തിയാക്കുന്നത്. നമുക്കറിയാം ഈ വഴി പോകുന്നവരെല്ലാം തന്നെ ജോയിയുടെ മരണത്തിനിടയാക്കിയ ഒരു സ്ഥലമാണ്. അവിടെ ഈ വഴിയാത്രക്കാരെല്ലാം തന്നെ അവിടെ നിന്നുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുറച്ച് നിമിഷം അവിടെ നിന്നതിന് ശേഷം മാത്രമാണ് അവർ ഈ റോഡിലൂടെ നടന്നു പോകുന്നത്. ഇതുപോലെ ഒരു ദിവസമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോൾ ജോയി ഇവിടെ ഒഴുക്കിൽപ്പെട്ടതും മരണമടഞ്ഞതും. അതിനുശേഷം 47 മണിക്കൂറിനടുത്ത് തെരച്ചിലൊടുവിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. നമുക്കറിയാം ഇന്നും കേരളത്തിന് അതൊരു തീരാ നോവാണ്. എല്ലാ തലത്തിലും നമുക്ക് വളരെ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ കേരളം നമ്പർ 1 ആണെന്ന് നമ്മൾ വിളിച്ചു പറയുമ്പോഴും ഇവിടെ മാലിന്യത്തിൽ കിടന്നുകൊണ്ടാണ് ഒരു മനുഷ്യജീവൻ വെടിഞ്ഞത്. ഏതായാലും ഇപ്പോൾ ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെ അടുത്ത നടപടികളെന്ന് അറിയില്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലടക്കം യോഗങ്ങൾ ചേരുന്നുണ്ട്. എത്രയും വേഗം തന്നെ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മുടെ നഗരത്തിൽ നിന്ന് അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ഒരു മാലിന്യങ്ങൾ നമ്മുടെ നഗരത്തിൽ നിന്ന് എടുത്തു മാറ്റാനുള്ള നടപടികൾ വളരെ വേഗത്തിലാക്കണമെന്നാണ് എല്ലാവരുടെയും അപേക്ഷ. ഒരു ജീവൻ കൂടെ ഇനി ഇത്തരത്തിൽ പൊലിയാൻ പാടില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ട് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ റെയിൽവേ ആയാലും സർക്കാരായാലും ഒറ്റക്കെട്ടായി നിന്ന് ഇതിനൊരു നടപടി എത്രയും വേഗത്തിൽ തന്നെ എടുക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. എത്രയും വേഗം അത് എടുക്കണമെന്നാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. വൃത്തിയാക്കുന്നതിന് മറ്റും ഫയർഫോഴ്സ് സംഘങ്ങളും അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത്രയും മണിക്കൂറുകൾ ഒരുപോലെ തന്നെ നിന്നുകൊണ്ടായിരുന്നു ഈ ഒരു വൃത്തിയാക്കലൊക്കെ നടത്തിയിരുന്നത്. അതിനുശേഷം അവർക്ക് ഈ ഒരു നമുക്കറിയാം അത്രയും വേസ്റ്റ് ആയിട്ടുള്ള മാലിന്യമാണ് ഇതിൽ നിറയുന്നത്. അപ്പോൾ ഇവർക്ക് പുറത്തു കഴിഞ്ഞ് മെഡിക്കൽ സംഘങ്ങളടക്കം വിദഗ്ധ സംഘം അടക്കം ഇവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇവർ ചുമതല നിർവഹിക്കാനായിട്ട് മെഡിക്കൽ സംഘത്തെയൊക്കെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ അടുത്ത് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുക, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ വേറെ രീതിയിൽ അണുബാധ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും അവർക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ജോയിയുടെ മരണത്തിന് ശേഷവും നമുക്കറിയാം ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വേസ്റ്റിലിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതിന് ശേഷം എന്താണ് ഇവർ ശരീരം വൃത്തിയാക്കാനായിട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു തരത്തിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ആരോഗ്യ മേഖലയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നാണ്. നമ്മളിപ്പോൾ ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും അവർക്ക് സംസാരിക്കുന്നില്ല. എന്താണ് നിങ്ങൾ അതിന് ശേഷം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് കരയിലോട്ട് കയറി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഇവർക്ക് പ്രതികരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇപ്പോഴും ഒന്നും തന്നെ ഇവരുടെ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ ഇവരുടെ സുരക്ഷയ്ക്കായിട്ടോ ഒന്നും തന്നെ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്.